സോറാൻ മംദാനി ന്യൂയോർക്കിൻ്റെ മേയർ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സോറാൻ മംദാനി തന്നെയാണ് ഈ ഒരു പ്രപ്പോസൽ വെച്ചത്. ട്രംപിനെ കാണണം, പ്രസിഡന്റിനെ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ട്രംപ് ഓക്കെ വൈറ്റ് ഹൗസിലേക്ക് വന്നോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്നാണ് പോയത്. രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോയിൻറ്റ് പത്രസമ്മേളനമൊക്കെ കൊടുത്തായിരുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഡെമോക്രറ്റുകൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേയറായി മാറിത്തീരും മംദാനി എന്നാണ് പറഞ്ഞത്. അപ്പം മംദാനിയുമായിട്ട് ബന്ധപ്പെട്ട് മംദാനിയുടെ മുൻകാലങ്ങളിൽ ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ പ്രസംഗിച്ചിരുന്ന രീതി വെച്ചിട്ട് 2-3 ചോദ്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ ചോദിക്കുകയുണ്ടായി. അതിലൊന്നാണ് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ട്രംപിനെ വിശേഷിപ്പിച്ചതാണ്. I've spoken about... That's okay, you can just say yes. Okay. That's easier. It's easier than explaining it. I don't mind. And further, I wanted to ask the mayor-elect about a House resolution just passed overwhelmingly to condemn socialism, including with 86 Democrats, all of House Dem leadership, and the minority leader, Hakeem Jeffries, despite his endorsement of you. What's your reaction to that? I have to be honest with you, I focused very little on resolutions. Frankly, I've been focusing... Condemn socialism. I understand. I think the focus is on the work at hand. I can tell you I am someone who is a democratic socialist. I've been very open about that. And I know there might be differences about ideology, but the place of agreement is the work that needs to be done to make New York City affordable. That's what I look forward to. And I want to clarify your answer to Stephen Nelson. He asked about your comment calling the president a fascist. And your answer was, both President Trump and I have been clear about our positions and our views. Are you affirming that you think President Trump is a fascist? I've spoken about... That's okay, you can just say yes. Okay. That's easier. ഞാനത് മൈൻഡ് ചെയ്യുന്ന ആളല്ല എന്നുള്ള രീതിയിൽ വളരെ ജോവിയലായിട്ട് ഒരു കാഷ്വലായിട്ട് ഒരു റെസ്പോൺസ് അവിടെ ട്രംപിൻ്റെ സൈഡിൽ നിന്നും കൊടുക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ട്രംപിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ള പ്രസിഡന്റുമാർ ഈ രീതിയിൽ കാഷ്വലായിട്ട് ഈ ഒരു ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നും എടുക്കാറില്ല. ട്രംപ് ഇതൊക്കെ കുറച്ചുകൂടെ കാഷ്വലായിട്ട് എടുക്കുന്ന ഒരു ടൈപ്പാണ്. ഈ മീറ്റിംഗ് വളരെയധികം പ്രതീക്ഷയോട് കാത്തിരുന്ന ഒരു മീറ്റിംഗാണ് ട്രംപിൻ്റെയും മംദാനിയുടെയും. കാരണം മംദാനി തീർച്ചയായിട്ടും 2 വിഷയങ്ങളിൽ, ഒന്ന് ആൻറ്റൈസെമിറ്റിസം, അതായത് ജൂവിഷിനെതിരെയുള്ള നടപടികൾ, അതിലേക്കുള്ള താങ്കളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മംദാനി പറഞ്ഞത് ജൂവിഷ് എന്നോ നോൺ ജൂവിഷ് എന്നോ ഒരു രീതിയിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ന്യൂയോർക്കിൽ ആസ് എ മേയർ എന്നുള്ള നിലയിൽ ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇറ്റ് മീൻസ് അവിടെ അമേരിക്കയുടെ ഉള്ളിലിരുന്നുകൊണ്ട് യഹൂദനെതിരെയുള്ള പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മംദാനി വിജയിച്ചതിന് ശേഷം ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്ന സ്റ്റണ്ട് ഡയലോഗുകളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വികാരം ഇങ്ങനെ ആളിക്കത്തിച്ച് ഇലക്ഷനിൽ വിജയിച്ചാൽ മതി എന്നുള്ള നിലപാടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്ന പല വിഷയങ്ങളിലും, പല നിർണായക വിഷയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുള്ളതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വൈറ്റ് ഹൗസിൽ നിന്നും മംദാനി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലൊന്ന് ഇമിഗ്രൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അതിൽ ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ഇമിഗ്രൻറ്റുകൾ കാണിക്കുന്ന ആ ഒരു കുറ്റകൃത്യങ്ങൾ അത് ന്യൂയോർക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും മംദാനി അതേ പോസിറ്റീവ് സൈഡിലുള്ള റെസ്പോൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇല്ലീഗൽ ഇമിഗ്രൻറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരു കാര്യത്തിലും ട്രംപ് നടപ്പിലാക്കുന്ന ഒരു വിഷയത്തിലും മംദാനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മേയറിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മംദാനി മുന്നോട്ട് നീങ്ങും. പക്ഷേ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണോ മംദാനി ഈ പൊസിഷനിൽ എത്തിയത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത കുറച്ച് ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇനി എങ്ങനെ ചിന്തിക്കുന്നു, അവരിനി അടുത്ത് എങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് മംദാനി ചിന്തിക്കേണ്ടത്. പിന്നെ എത്ര തന്നെ കൈയും കാലിട്ട് അടിച്ചാലും ഒരു മേയർക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രസിഡന്റിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ഒരു രീതിയിലുള്ള സപ്പോർട്ടും അവിടെ കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ഈ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ മംദാനി മേടിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ന്യൂയോർക്ക് സിറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു മേയറുടേതായിട്ടുള്ള പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഒരു മ്യൂച്വൽ കൺസെൻറ്റ് എന്നുള്ള നിലയിൽ വളരെ രമ്യമായി സംസാരിച്ച് പിരിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു വിഷയം കൂടി അവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഹമാസിൻ്റെ ഡിസാർമെൻറ്റ്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ഗാസ വിട്ട് പോകണം എന്നുള്ള നിലപാടിൽ സൗദി ക്രൗൺ പ്രിൻസിന് പോലും ഡിസഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നീയും കൂടുതൽ ഒപ്പോസ് ചെയ്യേണ്ട എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. ഈ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സപ്പോർട്ടാണല്ലോ ഏറ്റവും കൂടുതൽ മംദാനിക്ക് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് തന്നെ കൃത്യമായിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞു വെച്ചത്. അതിനും മംദാനിക്ക് മറുപടി ഒന്നും കൊടുക്കാനില്ല, അത് വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ആൻഡ് ഗോ, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിൻ്റെ അടുത്തൊരു ചോദ്യം, ഉക്രൈനിലെ സെലൻസ്കി നിങ്ങൾ മുന്നോട്ട് വെച്ച 28 പോയിന്റ് അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, എന്താണ് താങ്കളുടെ അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്കും ഏത് സെലൻസ്കി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് സെലൻസ്കിയൊക്കെ ആര് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു റെസ്പോൺസ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, ഓക്കെ,
എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാണ്. അതായത് നമ്മൾ മാക്സിമം നമ്മളുടെ അമേരിക്ക വൈറ്റ് ഹൗസ് നമ്മളുടെ ബെസ്റ്റ് മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ എഫേർട്ട് ഇടും. പക്ഷേ യുദ്ധം നിർത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇല്ല നിങ്ങൾ അടിച്ച് ചാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ച് ചത്തോ എന്നുള്ള ആ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ട്രംപ് കൊടുത്തത്. ഉക്രൈൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കി ഒരു പാരാഗ്രാഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിൽ പുള്ളിക്കാരൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ ട്രംപുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എന്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 28 പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അതിനകത്ത് ചില റിഫോർമേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിനാണെങ്കിൽ നീ ഒരു വർക്കും ചെയ്യണ്ട, നീ ജസ്റ്റ് ഇതിൽ ഒപ്പിട്ട് അങ്ങ് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇതിനെക്കുറിച്ച് ചെറിയൊരു കമന്റ് പാസ്സാക്കിയിട്ടുണ്ട്. കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് ഇപ്പോൾ നിലവിൽ ഒരു 28 പോയിന്റുമായിട്ട് പുടിൻ എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും പുടിൻ പറയുന്നത്, അതായത് ഈ 28 പോയിന്റ് ഞങ്ങൾ ഓൾറെഡി തന്നെ ഇതിനകത്ത് മെജോറിറ്റി പോയിന്റ് എല്ലാം തന്നെ അലാസ്കയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോയിന്റുകളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റഷ്യ മാക്സിമം ഫ്ലെക്സിബിലിറ്റി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ സൈഡിൽ നിന്ന്. സോ ഞങ്ങൾ ഫ്ലെക്സിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ഏരിയ നമ്മൾ ക്യാപ്ചർ ചെയ്ത ഏരിയയിൽ പകുതിക്ക് കൂടുതൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായത് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് കേഴ്സൺ സെബ്രോഷേഷ്യ ഈ പോർഷനൊക്കെ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാനും അത് റിലീസ് ചെയ്യാനും തയ്യാറാണ്. അവിടെ റഷ്യയും വരത്തില്ല, ഉക്രൈനും വരണ്ട, അത് ഫ്രീസ് ചെയ്ത് നിർത്താനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പോയിന്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഷ്യക്ക് ഫേവർ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനോട് നിൽക്കേണ്ട രാജ്യമാണ്. അപ്പോൾ അവർ തിരിച്ച് റഷ്യയോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡ്രാഫ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥ വളരെ ഹെൽപ്ലെസ് ആണ്. എത്രമാത്രം സാങ്ഷൻസ് റഷ്യയുടെ മേളിൽ കൊണ്ട് ഇട്ടിട്ടും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. റഷ്യയെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്നില്ല. അതേസമയം കൂടുതൽ ആയുധം കൊടുത്തുകൊണ്ട് ഉക്രൈനെ വെച്ച് വിജയകരമായ രീതിയിൽ യുദ്ധം നടത്തി മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. എത്ര ആയുധങ്ങൾ കൊടുത്തിട്ടും ബൈഡനൊക്കെ എത്രമാത്രം സഹായിച്ചിട്ടും ഉക്രൈൻ്റെ സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിൻലാൻഡിൻ്റെ എക്സ് പ്രൈം മിനിസ്റ്ററൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്തൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഉക്രൈൻ്റെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഉക്രൈൻ്റെ അടുത്ത് ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ ഒരിക്കലും സ്ഥലം വിട്ടുകൊടുക്കരുത് എന്നുള്ള നിലപാടാണ് ഉക്രൈനെ ഉപദേശിച്ചിരിക്കുന്നത്. നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ യൂറോപ്യൻസ് ആയിക്കോട്ടെ. ഇതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഉപദേശം. അപ്പോൾ ഇതിനകത്ത് അവർ ഒരു 28 പോയിന്റ്സ്, സ്റ്റാർമർ, UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ, അതേപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക്, അതുപോലെ തന്നെ സെലൻസ്കി, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു 28 പോയിന്റ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് അമേരിക്ക റഷ്യ മുന്നോട്ട് വെച്ച 28 പോയിന്റ്സിന് ബദലായിട്ട് ഇവർ യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഉക്രൈനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു 28 പോയിന്റ്സ്. ഇപ്പോൾ 28 പോയിന്റ്സ് ആയി. മനസ്സിലായോ? അപ്പം ഈ ഇത്രയും പോയിന്റുകൾ വെച്ചിട്ട് ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും രണ്ട് സൈഡിലും 28 പോയിന്റുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല നമുക്ക്. അപ്പോൾ സെലൻസ്കിയുടെ ഈ ഒരു 1 പാരഗ്രാഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ ആയിട്ട് അമേരിക്കയെ എതിർക്കാൻ പറ്റുന്നില്ല, അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കണം, അതിനോടൊപ്പം ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നെഗോസിയേഷൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഡയറക്റ്റായിട്ട് പ്രഷർ ചെയ്ത് നിങ്ങൾ അയച്ച ഡോക്യുമെന്റിൽ ഒപ്പിടണമെന്ന് നിർബന്ധിക്കരുത്. ഞങ്ങൾ ആ വിഷയത്തിൽ നിങ്ങളുടെ 28 പോയിന്റിന് എതിരാണ് എന്നുള്ള ആ ഒരു സ്വരമാണ് ഈ ഒരു 1 പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്തോനേഷ്യ ഒരു മാരക സംഭവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 31 ബോട്ടുകൾ, അതായത് മീൻ പിടിക്കാൻ വന്ന ബോട്ടുകൾ അടിച്ചു നിരത്തി കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇന്തോനേഷ്യ ഈ പ്രവൃത്തി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചൈനീസ് ഷിപ്പിംഗ് ബോട്ടുകൾ ഇന്തോനേഷ്യയുടെ ആ ഒരു വാട്ടർ സോൺ, 31 ചൈനീസ് ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടാണ്. അവർ മീൻ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്തോനേഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു വന്നു. അവിടെ വന്നിട്ടാണ് അവർ മീൻ പിടിച്ചത്. ഇന്തോനേഷ്യ, പ്രത്യേകിച്ച് ഇത് ചൈനീസ് ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആദ്യം അവർ വാണിംഗ് കൊടുത്ത് ഇവരെ അതിർത്തിക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. എന്നിട്ട് അവർ കുറച്ച് ടൈം എടുത്ത് പോകാൻ വേണ്ടിയിട്ട്, കാരണം മീൻ പിടിക്കുന്ന ആൾക്കാർ അറിഞ്ഞിട്ട് വലയും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോകണ്ടേ. അപ്പോൾ അതിന് കുറച്ച് ടൈം ഡിലേ വന്നു. അപ്പോഴത്തേക്കും ഇന്തോനേഷ്യ ആക്രമിച്ചപ്പോഴത്തേക്കും 31 ബോട്ടുകളോളം ഇന്തോനേഷ്യ അടിച്ച് തകർത്ത് കളഞ്ഞു. ആ ബോട്ടുകൾ, അതിൻ്റെ വിഷ്വൽസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും ഇന്തോനേഷ്യയും തമ്മിൽ ഇപ്പം നിലവിൽ ഒരു ടെൻഷൻ. ഓൾറെഡി തന്നെ ജപ്പാനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പം ഇന്തോനേഷ്യയുമായിട്ട് ചൈനയ്ക്ക് കൊമ്പ് കോർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനി നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എസ്കലേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഏഷ്യൻ സൈഡിൽ ഇങ്ങനെ ഒരു ടെൻഷൻ റൈസ് ആയിരിക്കും. അതുപോലെ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അതുപോലെ തന്നെ പല നിയമങ്ങൾക്കും ഫ്ലെക്സിബിലിറ്റി, പല നിയമങ്ങളിലും അയവ് വരുത്തിക്കൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാം.
ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനിലോട്ട് ക്ഷണിക്കുന്നതായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതേപോലെ സൗത്ത് ആഫ്രിക്കയിൽ G20 സമ്മിറ്റ് നടക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. എല്ലാ രീതിയിലുള്ള കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് എല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു വാം ഗ്രീറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തത്. ആന്റണി ആൽബനീസ്, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസുമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു ചർച്ച കഴിഞ്ഞു. അതായത് ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റണി ആൽബനീസ് ഡൽഹിയിൽ നടന്ന ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോളൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ് കൺഫേം ചെയ്തിട്ടുണ്ട് ഇന്ത്യ റഷ്യ Su-57 ഫൈറ്റർ ജെറ്റുമായിട്ട് കൊളാബറേഷൻ, അത് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളത് റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ് കൺഫേം ചെയ്തിട്ടുണ്ട്. 7ാമത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലാണ് പങ്കെടുത്തത്. സീഷെൽസിനെ ഈ ഒരു സംഘടനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് കൊളംബോ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗമായിട്ട് സീഷെൽസിനെയും കൂടി ചേർക്കുകയാണ് ഒഫീഷ്യലി. അപ്പോൾ ഈ കൊളംബോ സെക്യൂരിറ്റി കൗൺസിലിൽ സീഷെൽസും കൂടി ഒരു ഫുൾ മെമ്പറായിട്ട് മാറുകയാണ്. ഇന്ത്യയിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ്, അപ്പോൾ ഇതിൽ ബ്രസീലിൽ നിന്നുമുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്കുള്ളിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിക് തലത്തിൽ പരിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഡിഫൻസ് അക്കാഡമിക് ടൈസ് അതാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. അതുപോലെ റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് അവർ ഈ റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അവർ ഗുജറാത്തിലുള്ള അവരുടെ ജാംനഗർ റിഫൈനറിയിൽ അവർക്ക് 2 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള റിഫൈനിങ് നടത്തുന്നതും മറ്റൊന്ന് ഇന്റർനാഷണൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഓയിൽ റിഫൈൻ ചെയ്യുന്ന ഒരു സെക്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 സെക്ഷനിലും ഈ ഇന്റർനാഷണലി കയറ്റുമതി ചെയ്യാനുള്ള എക്സ്പോർട്ട് ചെയ്യാനുള്ള റിഫൈനറിയിൽ ഇനി റഷ്യൻ ഓയിൽ ഉപയോഗിക്കില്ല. നവംബർ 20-ാം തീയതിയോടുകൂടി അത് നിർത്തുകയാണ്. ഇനി റഷ്യൻ ഓയിൽ ഞങ്ങൾ ഡൊമസ്റ്റിക് റിഫൈനറിയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ഭാഗങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഉപയോഗിച്ച് റിഫൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ റഷ്യൻ എണ്ണ ഇപ്പോൾ വരുന്നത് മിഡിൽ ഈസ്റ്റ് ലേബലിലാണ് ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് റിലയൻസ് ഈ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും, അതായത് റഷ്യക്കെതിരെ ശക്തമായ രീതിയിൽ സാങ്ഷൻസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തെ മറികടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ മാനിക്കാത്ത തരത്തിൽ വീണ്ടും റഷ്യൻ എണ്ണ തന്നെ അവർക്ക് കയറ്റുമതി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ അതിനോട് അവരെടുത്തിരിക്കുന്ന സാങ്ഷനെയും കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ചെറിയൊരു നടപടി, അതായത് ഒരു കൺതുടപ്പ്, അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അതായത് ഇപ്പുറത്തെ സൈഡിൽ റിഫൈൻ ചെയ്തുകൊണ്ടിരുന്ന റഷ്യൻ ഓയിൽ എല്ലാം തന്നെ ഇപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എണ്ണയായിട്ട് ശുദ്ധീകരിച്ച് ഇന്ത്യക്കുള്ളിൽ ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും അതോടൊപ്പം മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് നൈജീരിയ ഉൾപ്പെടെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണ അഥവാ റഷ്യൻ എണ്ണ തന്നെ വീണ്ടും മിഡിൽ ഈസ്റ്റ് ലേബലിൽ വാങ്ങിക്കുന്ന എണ്ണ ഇതെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് പോർട്ട് ഓഫ് എൻട്രി നമ്മൾ മിഡിൽ ഈസ്റ്റ് വെച്ചിട്ടായിരിക്കും ഇനി ഏത് രീതിയിൽ എണ്ണ വന്നാലും നമ്മൾ അതിനെ ഈ റിഫൈനറിക്ക് വേണ്ടിയിട്ട്, അതായത് ഇന്റർനാഷണൽ എക്സ്പോർട്ട് നടത്തുന്ന റിഫൈനറിയുടെ ഉള്ളിലേക്ക് നമ്മൾ പോർട്ട് ഓഫ് എൻട്രി മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കും. പക്ഷേ എണ്ണ വരുന്നത് ഇപ്പോഴും വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് തികച്ചും നമുക്ക് ഓപ്പണായിട്ട് നമ്മൾ റഷ്യയുടെ നിന്ന് ഇത്ര എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളത് ഇനി റെക്കോർഡിക്കലി നമുക്ക് വരില്ല. പക്ഷേ അതിന് പകരം മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്ര എണ്ണ വാങ്ങിക്കുന്നുള്ളതിൻ്റെ ആ ഒരു സർജ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ സർജിൽ മിഡിൽ ഈസ്റ്റ് എണ്ണയുടെ ഭാഗത്തും റഷ്യയുടെ എണ്ണയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ റിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതായത് ഞങ്ങൾ എണ്ണ പൂർണ്ണമായിട്ടും നിർത്തുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ശരിക്കും ഒരു സ്വിച്ചിങ്. അതായത് റഷ്യൻ എണ്ണ ഞങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉപയോഗിക്കാം. കാരണം ഞങ്ങളുടെ കൺസേൺ എന്താണ്? ഞങ്ങളുടെ ജനങ്ങൾക്ക് എണ്ണ വേണം. അപ്പോൾ നിങ്ങളുടെ ജനങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂറോപ്പിലേക്ക് കയറ്റി വയ്ക്കേണ്ട, നിങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉപയോഗിച്ചോ, അതിന് അമേരിക്ക ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, ഗവൺമെന്റിന്റെ നെഗോസിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ബാക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാട്, ആ ഒരു മാറ്റമാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം റഷ്യയുടെ താല്പര്യങ്ങളും കൂടി നമ്മൾ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം എണ്ണയുടെ ആവശ്യമുണ്ട്. 85% ഇന്ത്യ ഇമ്പോർട്ടഡ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റ് റഷ്യക്ക് കൊടുത്താൽ തന്നെ ഇനഫ് ആണ്. അപ്പോൾ ശരിക്കും റഷ്യയും നമ്മൾ ഒരു തരത്തിലും അവോയ്ഡ് ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം യൂറോപ്പിനും അമേരിക്കയ്ക്ക് എന്താണോ വേണ്ടത് അതും നമ്മൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരു ഗെയിം ചേഞ്ച് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.